കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. 63 ലക്ഷം രൂപയുടെ സ്വർണവുമായി കോഴിക്കോട് സ്വദേശികളായ 3 പേർ പിടിയിലായി. സ്വർണം ക്യാപ്സ്യൂളുകളാക്കി ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് കടത്തിയിരുന്നത്. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. മുബഷീർ, ആരാണ് ഈ വ്യക്തിയെ പിടികൂടിയത്? DRI ആണോ, കസ്റ്റംസ് ആണോ? അതായത് പിനിൽ പോത്തൻ ബാബു, കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടിയത് മലപ്പുറം പോലീസാണ്. മലപ്പുറം പോലീസിന്റെ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക വിഭാഗം തന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടികൂടാനായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയ സ്വർണ്ണവേട്ടകളെ തന്നെ ഒരു പോലീസ് സംഘം നടത്തിയിട്ടുണ്ട്. സമാനമായ ഒരു സംഭവം തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ 8:30 ഉണ്ടായിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നും ഒമാൻ എയർ വിമാനത്തിലെത്തിയ കോഴിക്കോട് നാദാപുരം സ്വദേശിയായ യാത്രക്കാരിൽ നിന്നാണ് ആഭ്യന്തര വിപണിയിൽ ഏകദേശം 63 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പോലീസ് കണ്ടെടുക്കുന്നത്. ഇയാൾ ക്യാപ്സൂൾ രൂപത്തിലാക്കിയായിരുന്നു ഏകദേശം 884 ഗ്രാം തൂക്കം വരുന്ന സ്വർണം ശരീരത്തിന്റെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവരുന്നത്. വിമാനത്താവളത്തിനുള്ളിലെ വിവിധ പരിശോധനകൾ, കസ്റ്റംസിന്റെയും DRIയുടെ ഉൾപ്പെടെ പരിശോധനകൾ മറികടന്നുകൊണ്ട് ഇദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തെത്തിയ സമയത്താണ് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. അതായത് നാദാപുരം സ്വദേശിയായ മുഹമ്മദാണ്, 28 വയസ്സുള്ള യുവാവാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സ്വർണം കടത്തിയതിന് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് ഇയാളെ സ്വീകരിക്കാനെത്തിയ കുറ്റ്യാടി സ്വദേശികളായ 32 വയസ്സുള്ള സജീർ, അതുപോലെ തന്നെ 36 വയസ്സുള്ള അബൂ സാലിഹ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിന്നും ഏകദേശം 70,000 രൂപയും അതുപോലെ തന്നെ ഒരു വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വിമാനത്താവളം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായ പരിശോധനകൾ നടത്തിവരുന്നതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് കസ്റ്റംസും വളരെ വ്യാപകമായ രീതിയിൽ സ്വർണ്ണം പിടികൂടുന്ന സാഹചര്യം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിനൂതന മാർഗങ്ങളാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ ഒരു സ്വർണം കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെ പിടികൂടുന്നതിന് പ്രതികൂലമായി മാറുന്നത്. എന്നാൽ അവയൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ടകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരെ കസ്റ്റംസിന് കൈമാറും. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഇനി കസ്റ്റംസ് ആവും നടത്തുക. വരും ദിവസങ്ങളിലും വിമാനത്താവളത്തിന് പുറത്ത് പോലീസും വിമാനത്താവളത്തിനകത്തു കസ്റ്റംസും ശക്തമായ പരിശോധനകൾ നടത്തുമെന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ബിനിൽ.